ബ്രില്യൻ്റ് എന്ന വൻമരത്തെ മണ്ണിൽ ഉറച്ചു നിർത്തുന്ന പ്രധാന വേരുകളിലൊന്ന്. ബ്രില്യൻറ്റിന്റെ വളർച്ചയിൽ തൻ്റെതായ കരസ്പർശം പതിപ്പിച്ചിട്ടുള്ള ഗണിതശാസ്ത്രം കൊണ്ട് അമ്മാനമാടുന്ന നമ്മുടെ സ്വന്തം ശ്രീകാന്ത് സർ. ഹാർട്ട്ലി വെൽക്കം സർ. ശ്രീകാന്ത് സാറിന്റെ ക്ലാസ് വളരെ നല്ലതായിരുന്നു. എനിക്ക് സാറ് ക്ലാസ് എടുത്തുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ട് മാത്സ് എന്റെ ഒരുപാട് ഇമ്പ്രൂവ് ആയി. കുറെ പുതിയ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറ്റി. എന്റെ മാത്സിൽ എല്ലാ ടോപ്പിക്സും എനിക്ക് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. സാറ് ഏത് സമയം ഡൗട്ട് ചോദിച്ചാലും സാറിൽ കൃത്യമായി പറഞ്ഞുതരുകയും ചെയ്യും. എനിക്ക് വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാറിന്റെ. ശ്രീകാന്ത് സാർ നമ്മളെ ട്രിഗ്നോമെട്രി പഠിപ്പിച്ചത്. ട്രിഗ്നോമെട്രി പഠിപ്പിച്ചപ്പോ തന്നെ ഞാൻ വീട്ടിൽ പോയിരുന്നു പഠിക്കാറില്ല. അപ്പൊ സാറ് പഠിപ്പിക്കുമ്പോൾ തന്നെ അത് തലയിലേക്ക് ഇങ്ങനെ കയറുന്നത് പോലെയാ. സാറ് വൃത്തിക്ക് പഠിപ്പിച്ചിന്. ശ്രീകാന്ത് സാറിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. ട്രിഗ്നോമെട്രി ഒക്കെ നല്ലോണം മനസ്സിലായി. നമ്മളെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസും പിന്നെ കുറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യിപ്പിച്ചു. നല്ല ക്ലാസ് ആയിരുന്നു. അടുത്തൊക്കെ മനസ്സിലായി. സർ, ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞത് ജീവിതത്തിലെ നിർണായകമായ തീരുമാനങ്ങളിൽ ഒന്നാണ്. സോ ടീച്ചിങ് തന്നെ പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? അതെനിക്ക് തോന്നുന്നു എൻ്റെ പഠിപ്പിച്ച സാറന്മാരുടെ ഒരു സ്റ്റൈൽ കണ്ടിട്ടായിരിക്കും തോന്നുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ആരാധനയുള്ളതെന്ന് പറയുന്നത് എന്നെ 8ലും 9ലും 10ലും പഠിപ്പിച്ചൊരു ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ളൊരു ഷേനായി സാർ. എൻ്റെ നാട്ടിലത്തെ, ഞാൻ ചേർത്തലയാണ്, ഒരു ഷേനായി സാറ് എന്ന് പറയുന്നൊരു സാറാണ്. ആ സാറ് മാത്തമാറ്റിക്സ് ആണ്, പക്ഷേ അന്ന് ഇംഗ്ലീഷും മാത്സും കൂടി എടുക്കുമായിരുന്നു. ആ സാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്കൂളിലത്തെ കാര്യങ്ങളല്ല പഠിപ്പിക്കുക. ഇപ്പം മെയ് മാസത്തിൽ പുള്ളി ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഓണപ്പരീക്ഷ വരെ ശരിക്കും പറഞ്ഞാൽ 8, 9, 10 ഈ 3 ക്ലാസ്സുകൾക്ക് സാറ് ക്ലാസ് എടുക്കുന്നത്. 3ഉം കൂടി ഒരുമിച്ച് കുട്ടികളെ ഇരുത്തിയിട്ട്, കുറച്ച് കുട്ടികളെ കാണത്തുള്ളൂ കേട്ടോ, ഒരു ക്ലാസ്സിൽ ഒരു 20-25 കുട്ടികളെ കാണത്തുള്ളൂ. എല്ലാം കൂടി ഒരു 50 കുട്ടികൾ കാണുമായിരിക്കും. എല്ലാം കൂടി 3 കൂടി ഇരുത്തിയിട്ട് ബേസിക് മാത്തമാറ്റിക്സ് പോലെ അത് 8ലും പഠിപ്പിക്കും. ഞങ്ങളെ 9 പഠിപ്പിക്കും. അത് ഒന്നുകൂടി 9ലും പഠിപ്പിക്കും. അത് 10ലും പഠിപ്പിക്കും. പിന്നെ ഓണപ്പരീക്ഷ തൊട്ടാണ് ശരിക്ക്. അപ്പോൾ നമുക്ക് ഓണപ്പരീക്ഷയ്ക്ക് എല്ലാ കുട്ടികൾക്കും കുറച്ച് മാർക്ക് കുറവായിരിക്കും. അപ്പോൾ ആ സാർ പാരൻസിനെയൊക്കെ വിളിച്ച് അങ്ങനെ പറയും ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. പക്ഷെ എല്ലാവർക്കും അത് തൃപ്തിയായിരുന്നു. അത് ആയിരിക്കാം ഒരു പക്ഷേ. അപ്പം ബേസിക് എന്ന് പറയുന്ന സംഭവം കുറച്ച് കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് എത്ര ഹൈ ലെവലിൽ പോകാനും നമുക്ക് എളുപ്പമാണ്. അപ്പോൾ അതായിരിക്കാം, ആ ഒരു ബേസ് ഉറച്ചത് കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുക. ഈ കുട്ടികളെല്ലാം ഒരുപക്ഷെ എനിക്ക് അങ്ങനെ ഏതായാലും സംഭവിച്ചിട്ടില്ല. എനിക്ക് വലിയ കുഴപ്പമില്ലാതെ ഓണപ്പരീക്ഷയ്ക്ക് മാറിയിട്ടുമായിരുന്നു. പക്ഷെ അവിടുത്തെ ബാക്കി വളരെ കുട്ടികൾക്ക് ഒന്നും അറിയാതെ വന്ന കുട്ടികൾ ഓണപ്പരീക്ഷയ്ക്ക് തോറ്റിട്ട് ലാസ്റ്റ് അവസാന പരീക്ഷയ്ക്ക് 50ൽ 45 കുട്ടി മേളിൽ, അതായത് ഇന്നത്തെ ഒരു A+ എന്ന് പറയുന്ന, ഇന്നത്തെ A+ അന്നത്തെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ആ 45 മേളിൽ കുട്ടികൾ മാർക്ക് മേടിക്കണം. അപ്പോൾ ആ ഒരു സാറിൻ്റെ ഒരു സ്റ്റൈലായിരിക്കാം എനിക്ക് ഒരു പക്ഷേ മാത്തമാറ്റിക്സിനോട് ഇഷ്ടം തോന്നിയതും മാത്തമാറ്റിക്സ് ടീച്ചറാകാനായിട്ടൊരു ഇത് ചെയ്തെന്നും എനിക്ക് തോന്നുന്നു. അധ്യാപകനായിട്ട് സാറിൻ്റെ കരിയറിൻ്റെ തുടക്കം എവിടെയായിരുന്നു? അതേപോലെ ബ്രില്യൻറ്റിലേക്കുള്ള സാറിൻ്റെ എൻട്രി അതെങ്ങനെയായിരുന്നു എന്ന് പറയാമോ? തീർച്ചയായും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ 2002ലാണ് MSc കഴിയുന്നത്. അത് കഴിഞ്ഞിട്ട് B.Ed 2002 ഡിസംബറിലായിരുന്നു അഡ്മിഷൻ. അപ്പോൾ ആ ഒരു 6 മാസം ഗ്യാപ്പിൽ എനിക്ക് ഒരു എയ്ഡഡ് സ്കൂളിൽ തന്നെ ഒരു ടീച്ചർ ഒരു പ്രഗ്നൻസിയിലെ ലീവ് എടുത്ത് പോയിട്ട് എനിക്ക് പഠിപ്പിക്കാനൊരു അവസരം കിട്ടി. നമ്മുടെ അടുത്തുള്ള ഒരു TD സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും തുടങ്ങുന്നത്. പിന്നെ അതിനുശേഷം B.Ed കഴിഞ്ഞു. B.Edന് ശേഷം നമ്മൾ ഈ എൻട്രൻസ് ട്യൂഷനുമായിട്ട് തന്നെ ചേർത്തലയിലും ആലപ്പുഴയിലുള്ള ചില സ്ഥാപനങ്ങളിലൊക്കെ ഞാൻ എൻട്രൻസിന് പഠിപ്പിക്കാൻ പോയി. പിന്നെ ബ്രില്യൻറ്റിലേക്ക് വരുന്നതെന്ന് പറയുന്നത് 2007ലാണ്. 2007 ഇവിടെ പഠിപ്പിക്കുന്ന ഒരു സാറിൻ്റെ മോൾക്ക് ഞാനൊന്ന് പരീക്ഷയുടെ സമയത്തൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്, മാത്സിലൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പോയപ്പോൾ ആ സാറിന് ബ്രില്യൻറ്റിലേക്ക് വന്നുകൂടെ. സാർ ഇവിടുത്തെ ഒരു ഡയറക്ടർ, അതായത് ജോർജ് സാറിൻ്റെ നമ്പർ എനിക്ക് തന്നു. അതിനെ വിളിക്കണ്ട, പോയി കാണുക എന്നുള്ളത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ദിവസം വന്നപ്പോൾ അരുണാപുരത്ത് വന്നിട്ട് അപ്പോൾ ജോർജ് സാറ് അവിടെ ഉണ്ടായിരുന്നു. ജോർജ് സാറിനെ കണ്ടു. അപ്പോൾ ജോർജ് സാറിൻ്റെ ബയോഡേറ്റയൊക്കെ വായിച്ച് നോക്കി. അപ്പോൾ MSc B.Ed സെറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും സാറ് പറഞ്ഞു, സാറ് ഇതൊക്കെ സാറിൻ്റെ ക്വാളിഫിക്കേഷൻ സാറിനെല്ലാം ഉണ്ട്, പക്ഷെ ഞങ്ങൾക്കിവിടെ കുട്ടികൾ തരുന്ന ഒരു ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്, റെസ്പോൺസും അവരുടെ ഒരു ഇതുമാണ് വേണ്ടത്. അങ്ങനെ സാറിന് എനിക്ക് ആദ്യമായിട്ട് തന്നതെന്ന് പറഞ്ഞത് ഗുഡ് ഷെപ്പേർഡ് ചങ്ങനാശ്ശേരിയിൽ ആയിരുന്നു. അവിടെ ലോങ് ടേം ബാച്ചിനാണ് ആദ്യമായിട്ട് അവിടെ തുടങ്ങി. അങ്ങനെ പിന്നെ
സാർ ആദ്യം പറഞ്ഞത് ശനി ഞായർ മാത്രം, അന്ന് നമുക്ക് റിപ്പീറ്റിന് ഇത്രയും ബാച്ചുകളില്ല. 2007 എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഇത്രയും ബ്രില്യൻ്റ് ഇത്രയൊന്നും ഇതില്ല. അന്ന് അരുണാപുരം ക്യാമ്പസും നമ്മുടെ മുത്തോലിൽ A ബ്ലോക്കും മാത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് ശരിക്കും വളർന്ന് കണ്ടിട്ടുള്ള ഈ ബ്രില്യൻ്റെ വളർച്ച. ഇവിടെ ബ്രില്യനോടൊപ്പം നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ്. B ബ്ലോക്കൊക്കെ എൻ്റെ കൺമുമ്പിലാണ്, അതുപോലെ C ബ്ലോക്ക്, D ബ്ലോക്ക് ഇതെല്ലാം ഞാൻ കണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ റിപ്പീറ്റർ ബാച്ചുകൾ കുറവായിരുന്നു. അപ്പോൾ ശനിയും ഞായറും എന്തായാലും സാറ് വരണം. പിന്നെ റിപ്പീറ്ററിന് 2 ദിവസം 4 ദിവസം പിന്നെ എല്ലാ ദിവസവും അങ്ങനെ ഒന്നാണ് നമ്മുടെ ബ്രില്യൻറ്റിലെ കരിയർ തുടങ്ങിയത്. 2007 മുതൽ സാറ് ബ്രില്യൻറ്റിൻ്റെ കൂടെ ഉണ്ട്. തീർച്ചയായും ഈ ഒരു ജേർണിയിൽ സാറിന് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്തൊക്കെയുണ്ടായത്, അതുപോലെ നൗ ആൻഡ് ദെൻ ബ്രില്യൻറ്റിൽ നൗ ആൻഡ് ദെൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറിൻ്റെ എക്സ്പീരിയൻസ് അതൊന്ന് ഷെയർ ചെയ്യാമോ? അങ്ങനെ മറക്കാൻ പറ്റാത്ത എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് എല്ലാ ദിവസവും ഇവിടുത്തെ എല്ലാം തന്നെ മറക്കാൻ പറ്റാത്ത തന്നെയായിരിക്കും. കാരണം ഓരോ ദിവസവും നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അത് ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിപ്പിച്ചതിനെക്കാട്ടിലും ഒന്നുകൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിച്ചു എന്ന് ഈ വർഷം തോന്നും. കാരണം നമ്മൾ എല്ലാ വർഷവും നല്ല നല്ല കുട്ടികൾ, അതായത് ഇവിടുത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഏറ്റവും കേരളത്തിലെയോ ഇന്ത്യയിലെ തന്നെ ഏകദേശം ടോപ്പ് കുട്ടികളാണ്. ഇപ്പോൾ നമുക്കറിയാം മെഡിക്കലിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ IIT ആണെങ്കിലും കേരളത്തിലെ ഏറ്റവും ടോപ്പ് കുട്ടികളാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും എനിക്ക് മറക്കാൻ പറ്റാത്തത് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സാർ ഇതിന് മുന്നേ ബ്രില്യൻറ്റിൽ വരുന്നതിന് മുന്നേ വേറെ ഒരുപാട് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം അവിടെ നിന്നും ബ്രില്യൻറ്റിലേക്ക് എത്തിയപ്പോൾ, ബ്രില്യൻറ്റിൽ ഇത്രയും നാളായിട്ട് ബ്രില്യൻറ്റിൻ്റെ കൂടെ യാത്ര ചെയ്തപ്പോൾ സാറിന് ഇവിടെ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സാറിനെ ഇവിടെ ഉറച്ചു നിർത്തിയ കാര്യങ്ങൾ എന്തായിരുന്നു? ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു സവിശേഷത എന്ന് പറയുന്നത് എല്ലാം പ്രീ പ്ലാൻഡ് ആണ്. എല്ലാം പ്രീ പ്ലാൻഡ് ആണെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇത്. അതായത് ഇപ്പോൾ നമ്മളൊരു പരീക്ഷ, ഇപ്പോൾ ഏത് ബാച്ചാണ്, ഏത് റിപ്പീറ്റർ ബാച്ച് ആയിക്കോട്ടെ, റെസിഡൻഷ്യൽ ബാച്ച് ആയിക്കോട്ടെ, അത് ലോങ് ടേം ബാച്ച് ആയിക്കോട്ടെ, ഒരു പരീക്ഷ എന്ന് പറയുന്ന സംഭവം ഇവിടെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുമ്പ് ടോപ്പിക്ക് തീർത്തിട്ട് നമ്മൾ ആ കുട്ടികൾക്ക് ആ പരീക്ഷ ആ സമയത്ത് നടന്നിരിക്കും. ഒരു കാരണവശാലും നമ്മൾ പരീക്ഷ മാറ്റുന്ന പരിപാടി എന്ന് പറയുന്നതില്ല. അതുപോലെ തന്നെ എല്ലാം ഇപ്പോൾ റെസിഡൻഷ്യൽ ബാച്ചിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഇപ്പം അവർക്കൊരു സമയം കൊടുത്തിട്ടുണ്ട്. ഈ വർഷം ഏകദേശം ഒരു സെപ്റ്റംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ പകുതി, അത് മാക്സിമം സെപ്റ്റംബർ ലാസ്റ്റോടുകൂടി തന്നെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവർ മൊത്തം നമുക്ക് കൃത്യം പഠിക്കുക എന്നുള്ളതും എല്ലാ ആഴ്ചയിലും മോഡൽ എക്സാം, അതിന് 2 or 3 എല്ലാ ടൈപ്പ് ഉള്ള മോഡൽ എക്സാം. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള സമയം കിട്ടും, ടോപ്പിക്കുകൾ നേരത്തെ തീരും, കറക്റ്റ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഈ ബ്രില്യൻറ്റിൻ്റെ ഒരു സവിശേഷതയാണ്. വേറെ ഏത് സ്ഥാപനങ്ങളിലും അത് കാണാത്ത ഒരു സവിശേഷതയാണ്. ഇവിടെ എല്ലാം പ്രീ പ്ലാൻഡ് ആയിരിക്കും. ഒരു വർഷം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ വർഷത്തിൻ്റെ അവസാനം IIT പരീക്ഷയുടെ അന്ന് വരെയുള്ള കാര്യങ്ങൾ ഏകദേശം ഇവിടെ നമുക്ക് പ്രീ പ്ലാൻഡ് ആയിരിക്കും. അത് ഒരു ഭയങ്കര ഒരു സംഭവം, അതെന്നെ പിടിച്ചു നിർത്തിയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും, ഒരുപാട് മെത്തേഡുകൾ. ഇപ്പം ഞാനൊരു മെത്തേഡിലൊരു മാത്തമാറ്റിക്സിൻ്റെ കാര്യങ്ങൾ അറിയാം, ഒരു പ്രോബ്ലം പക്ഷേ ഒരുപാട് മെത്തേഡ്സിൽ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊരു ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ ചിലപ്പോൾ സാറ് ഇങ്ങനെ ചെയ്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് പക്ഷേ ഞാൻ പഠിപ്പിച്ചതിനേക്കാളും നല്ല മെത്തേഡായിരിക്കും. അങ്ങനെ എല്ലാ വർഷവും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഇപ്പോഴും കിട്ടുന്നുണ്ട്. അത് എനിക്കൊരു ഭയങ്കര ഒരു ഈ ബ്രില്യൻറ്റിൽ തന്നെ കാണുന്ന ഒരു ഇതാണ്. അപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞു ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് കുട്ടികളെ മനസ്സിലാക്കി പഠിപ്പിച്ചു കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റുന്നുള്ളത്. അതല്ലാതെ ഇപ്പം കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ്, അല്ലെങ്കിൽ കോവർക്കേഴ്സിൻ്റെ സപ്പോർട്ട്, സ്ഥാപനത്തിൻ്റെ സപ്പോർട്ട്, അപ്പം അതും നമ്മുടെ പ്രൊഫഷണൽ സക്സസും തമ്മിൽ സാറിന് എന്തെങ്കിലും കണക്ഷൻ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും. നമ്മളെ കൂട്ടത്തിൽ നിൽക്കുന്ന അധ്യാപകരെന്ന് പറയുന്നത് ശരിക്കും മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഞങ്ങൾ എല്ലാ അധ്യാപകരും ഒരു ഒറ്റ കൈ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഇങ്ങനെ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു 2 മാസം കൂടുമ്പോൾ ഒരു വർക്ക്ഷോപ്പൊക്കെ ഞങ്ങൾ നടത്താറുണ്ട്. ഞങ്ങളുടെ ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. ഈവൻ ഞാൻ പറഞ്ഞത് ഞാൻ 2007 വരുമ്പോൾ ഞാനാണ് ഇവിടുത്തെ ഏറ്റവും കുട്ടി. അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബാച്ചുകളേ ഉള്ളൂ. മാത്തമാറ്റിക്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സാറെന്ന് പറയുന്നത് ഞാനായിരുന്നു. അന്ന് ഇവിടുത്തെ നമ്മുടെ അന്നും ഇപ്പോഴും മാത്തമാറ്റിക്സിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടിരുന്ന റോയ് സാറ് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സാറിൻ്റെ ആ ഒരു ഡിഫറൻഷ്യൽ കാൽക്കുലസിൻ്റെ ഞാൻ പഠിച്ചതിൽ നിന്നും വളരെ ഒരു വ്യത്യസ്തമായിട്ട് ഗ്രാഫിക്കലായിട്ടുള്ള ഒരു അപ്രോച്ചൊക്കെ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു അപാരമായിട്ടുള്ള ഒരു ഇതാണ്. ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്ന് പറയുന്നത് സാറിൻ്റെ ഒരു മനോഹാരിത എനിക്ക് നന്നായിട്ട് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിലൂടെ ഒരുപാട് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ അന്ന് ഇൻറ്റഗ്രേഷനൊക്കെ എടുത്തുകൊണ്ടിരുന്നത് ഒരു TJM എന്ന് പറയുന്നൊരു സാറാണ്.
അപ്പോൾ ആ സാറന്ന് ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അന്ന് പ്രായമുള്ളൊരു സാറായിരുന്നു, മരിച്ചുപോയി. ഇപ്പം സാറ് ജീവിച്ചിരിപ്പില്ല. പിന്നെ അതുപോലെ തന്നെ ട്രിഗ്നോമെട്രി, വെക്ടർ, 3D ഇതൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതെന്ന് TMJ എന്ന് പറയുന്നൊരു സാറാണ്. TM ജോസഫ് KE മാന്നാനം കോളേജിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള സാറാണ്. കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് വരെ 2-3 കൊല്ലം മുമ്പ് വരെ സാർ ഇവിടെ വരുമായിരുന്നു. ഇപ്പോഴും സാറുമായിട്ട് ഞാൻ ആ ബന്ധമൊക്കെ സൂക്ഷിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഇവിടെ പ്രൊഫസേഴ്സ് മീറ്റിനൊക്കെ വരുമ്പോൾ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ആ സാറിൻ്റെയൊക്കെ ഈ സാറന്മാരുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അവരുടെയൊക്കെ ക്വസ്റ്റ്യൻസ് അവരൊക്കെ ഉണ്ടാക്കിയ ആ നോട്ടുകളൊക്കെ തന്നെയാണ് നമ്മുടെ മെറ്റീരിയലൊക്കെ ഇപ്പോഴും പോകുന്നത്. അതിൽ ഞങ്ങൾ എല്ലാ വർഷം കുറച്ചൊക്കെ അങ്ങോട്ട് പുതിയ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മാത്രം, എന്നാലും ആ തിയറിയുടെ ഈ സിനോപ്സിസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സംഭവം എല്ലാം തന്നെ ഈ അന്ന് ഉണ്ടായിരുന്ന ഈ വലിയ സാറന്മാരുടെ സപ്പോർട്ട് തന്നെയാണ്, അവരുടെ ഒരു കഴിവാണ്. നമ്മളത് മോഡിഫൈ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. സർ, നമ്മളിൽ പലരെയും ഒരുപാട് കുഴപ്പിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റായിട്ട്, അല്ലെങ്കിൽ നമുക്കൊക്കെ ഒരു പേടി സ്വപ്നമായിട്ട് തോന്നിക്കുന്ന ഒരു സബ്ജക്റ്റായിരുന്നു മാത്സ് എന്ന് പറയുന്നത്. ഇപ്പം ഞാനാണെങ്കിൽ സുവോളജിയാണ്. അപ്പം പഠിക്കുന്ന സമയത്ത് എനിക്കൊക്കെ മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളൊരു സബ്ജക്റ്റായിരുന്നു. അപ്പം ഇപ്പോഴുള്ള കുട്ടികളിൽ ആ ഒരു ബുദ്ധിമുട്ട് സാറിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർ മാത്സിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സാറിന് എങ്ങനെയാണ് അത് ഫീൽ ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മാത്സ് ടഫാണ് എന്ന് കുട്ടികൾക്ക് തോന്നാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബേസിക്കിൻ്റെ ഒരു പ്രശ്നം തന്നെയായിരിക്കും. അതായത് നമ്മൾ ശരിക്കും എന്ന് തൊട്ട് മാത്സ് പഠിക്കുന്നോ അന്ന് തൊട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഈ IITയുടെ അവിടം വരെ വെച്ചിരിക്കുന്നു. IITയുടെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ശരിക്കും ആദ്യം അതിൻ്റെ ഞാൻ പറയുന്ന IITയുടെ ഇതല്ല, ഏറ്റവും ബേസിക്കലി നമ്മൾ 3ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള LCM HCF അതിപ്പോഴും കുറേ കുട്ടികൾ ഈ 10ാം ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് പരന്നിൽ വരുമ്പോൾ കിട്ടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് എന്തൊക്കെ നമ്മളിപ്പം മാത്സ് കുട്ടികൾക്ക് ഇപ്പം ആദ്യം രസകരമാക്കാൻ ചില ബേസിക് നന്നായിട്ട് അവരെ തറവാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ ബ്രില്യൻറ്റിൽ ആദ്യം തന്നെ മിക്കവാറും നമ്മളത് ചെയ്യും. നമ്മളിവിടെ ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ വരുന്ന കുട്ടികൾക്ക് മാത്തമാറ്റിക്കൽ ടൂൾസ് എന്നും പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ട് പഠിപ്പിക്കുന്നുണ്ട്. റെസിഡൻഷ്യൽ ബാച്ചിനാണേലും ഇപ്പോൾ ഈവൻ മെഡിക്കലിന് പോലും നമ്മൾ ഓൺലൈനായിട്ട് അത് കഴിഞ്ഞിട്ടാണ് അവരുടെ ബാച്ച് തുടങ്ങുക. അപ്പം ബേസിക് ശരിയായി കഴിഞ്ഞാൽ ആ മാത്സിനോട് നമുക്കൊരു ഇഷ്ടം തോന്നും കുട്ടികൾക്ക്. ആ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ആ കുട്ടി പഠിച്ചിരിക്കും മാത്സ്. അത് ആദ്യം വളരെ സിമ്പിളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയുടെ ആ ലെവലിൽ സ്വയം ആ കുട്ടി തന്നെ ഇൻക്രീസ് ചെയ്തിട്ട് ഈവൻ IITയുടെ ക്വസ്റ്റ്യൻ പോലും ആ കുട്ടിക്ക് തന്നെ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു മാത്സ് ടഫ് ആണ് എന്ന് തോന്നുന്ന കുട്ടികൾക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ബേസിക് നന്നായിട്ട് ക്ലിയർ ചെയ്യുക. നമ്മളത് ആദ്യം കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് മാത്സിൽ ഏത് ലെവലിൽ വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും. ബേസിക് ക്ലിയർ ആണോ എത്ര ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. മാത്സിനൊരു ഇഷ്ടം തോന്നും. ഇപ്പോൾ ഞാൻ തന്നെയാണെങ്കിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ ഒരു തിയറി പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഒരു പക്ഷേ എനിക്കറിയാം ഇപ്പോൾ LCM HCF ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം അത് യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ ആ ഒരു LCM HCFനെ കുറിച്ച് നിങ്ങൾ കുട്ടികളുടെ അടുത്ത് നിന്ന് ചോദിക്കും. അപ്പോൾ 1-2 കുട്ടികളെങ്കിലും ഉണ്ടാകും, സാർ അത് ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചാൽ അതാദ്യം പറയുക. പിന്നെ ആ ക്വസ്റ്റ്യൻ ചെയ്താൽ ആ കുട്ടി ഒരു പക്ഷേ ഇപ്പോൾ ബാക്കി അതിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 11th പഠിച്ച കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ടാകും, അത് കുട്ടിക്ക് അറിയാൻ പറ്റും. പക്ഷേ ആ ലാസ്റ്റ് ആൻസറിലേക്ക് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന LCM അല്ലെങ്കിൽ HCF ഉണ്ടാകേണ്ടി വരും. അതിപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു കഴിയുമ്പം ആ കുട്ടി ഓൾറെഡി അത് ശരിയായി കാണും, ആ കുട്ടി സ്വന്തം ചെയ്യും. അപ്പോൾ ആ കുട്ടിക്ക് ആ ഒരു പ്രോബ്ലം സ്വന്തം ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് വരും. അവിടെ നിന്നും ആ കുട്ടി പിന്നെ സ്വയം അവനൊരു കോൺഫിഡൻസ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ആ കുട്ടിയെ പിടിച്ചാൽ കിട്ടത്തില്ല. അതാണ് ശരിക്കും ഇതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത്. മാത്സിനോടൊരു ഇഷ്ടം തോന്നിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സർ, ഏതൊരു വ്യക്തിയുടെയും വിജയത്തിന് പിന്നിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ആവശ്യമാണ്. അപ്പം സാറിൻ്റെ ഫാമിലി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് എനിക്ക് അമ്മയുണ്ട്, പിന്നെ വൈഫ്, 2 കുട്ടികളാണ്. മൂത്താൾ ആൺകുട്ടിയാണ്, ഇപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത് പെൺകുട്ടിയാണ്, 3ാം ക്ലാസ്സിലായി. ഇപ്പോൾ ശരിക്കും ഫാമിലിയുടെ സപ്പോർട്ട് വേണമെന്ന് പറയുന്നത് തീർച്ചയായും ഒരു ഘടകം തന്നെയാണ്. ഇപ്പോൾ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ രാവിലെ 6:45 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. തിരിച്ച് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തുന്ന ചില ദിവസങ്ങളിലൊക്കെ 10 മണിയൊക്കെ ആവും, രാത്രി ലൈവൊക്കെ ഉണ്ടെങ്കിൽ. എന്നാൽ ഒരു ആവറേജ് വീട്ടിലെത്തുക ഒരു 6:30-7 മണി വീട്ടിലെത്തും. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറത്തു പോയി എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് തിരിച്ചു വന്ന് വീട്ടുകാരോടൊപ്പം രാത്രിയിലെ ഭക്ഷണം മിക്കവാറും വീട്ടുകാരോടൊപ്പം നിർബന്ധമായിരിക്കും. കാരണം അത് മാത്രം നമ്മൾ കഴിക്കുക. അപ്പോൾ വൈഫ് പറഞ്ഞിട്ടുണ്ട് രാത്രി ഭക്ഷണം എന്താണെങ്കിലും ഒരുമിച്ച് നമുക്ക് വേണം എന്നാണ്, കുട്ടികളും ആയിട്ട് ആണ് കഴിക്കുക. പിന്നെ അതിനുശേഷം എന്ന് പറയുന്നതാണ് നമ്മുടെ ജോലി. അടുത്ത ദിവസം പഠിപ്പിക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എല്ലാ കുട്ടികളും ഉറങ്ങിക്കേണ്ട ഒരു 10:30 ഒക്കെ ആകുമ്പോഴാണ് തുടങ്ങുക.
അപ്പോഴും പക്ഷേ ഞാൻ വരുന്നവരെയൊക്കെ വൈഫ് ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്നുള്ള രീതിയിൽ ചിലപ്പം ഒരുപാട് സപ്പോർട്ട് തരാറുണ്ട്. അതുപോലെ എന്നെ കിട്ടുന്നില്ല എന്ന് പരാതിയൊക്കെ പറയുമെങ്കിൽ പോലും ഫുൾ സപ്പോർട്ട് എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷകരമായിട്ട് ഇവിടെ ക്ലാസ് എടുക്കാനും ഒക്കെ വേണം. ഫാമിലി സപ്പോർട്ട് തീർച്ചയായും നല്ല രീതിയിൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ടീച്ചിങ്ങിൽ ഇത്രയും വർഷത്തെ അനുഭവ സമ്പത്തുള്ള സാറിന് വളർന്നു വരുന്ന അധ്യാപകരോട്, എന്നെപ്പോലെ ഇപ്പം അധ്യാപനത്തിലേക്ക് ഇപ്പോൾ കടന്നിട്ടുള്ള യുവതലമുറയോട് എന്താണ് പറയാനുള്ളത്? അപ്പോൾ നമ്മൾ നമ്മൾ അധ്യാപകൻ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ കുട്ടികളെ നന്നായിട്ട് ഇഷ്ടപ്പെടുക. ആദ്യം കുട്ടികൾക്ക് അവരാണ് നമ്മളെ വളർത്തുന്നത്. അപ്പോൾ കുട്ടികളെ നമ്മൾ നന്നായിട്ട് ഇഷ്ടപ്പെടുക, ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ ജോലി ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എത്ര എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. തലേ ദിവസം ഇന്ന് പഠിപ്പിക്കേണ്ട കാര്യം തലേ ദിവസം ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്നലെ എപ്പോഴെങ്കിലുമായിട്ട് എപ്പോഴും നന്നായിട്ട് പഠിക്കുക. നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾ നമ്മളോട് എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഒരു ഇത് നമുക്ക് കിട്ടണം. ഈ ക്വസ്റ്റ്യൻ കുട്ടികൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇന്നത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുക. അതിനുള്ള ഉത്തരം ആ കുട്ടിയുടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അവനൊരു ഉത്തരം ഉണ്ടാക്കുക. അങ്ങനെ എടുത്താൽ ഉറപ്പായിട്ടും കുട്ടികൾക്ക് നമ്മളെ ഇഷ്ടപ്പെടും. നമുക്ക് ഈ പ്രൊഫഷനോട് ഇഷ്ടം തോന്നും. നമുക്ക് ഉറപ്പായിട്ടും അധ്യാപകൻ എന്ന നിലയിൽ വിജയിക്കാൻ പറ്റും. അതാണ് എനിക്ക് വളർന്നു വരുന്ന ടീച്ചറിനെ പോലെയുള്ള അധ്യാപകരോട് പറയാനുള്ളത്. സാർ ഇവിടെ പങ്കുവെച്ച ഓരോ അനുഭവങ്ങളും വളർന്നു വരുന്ന അധ്യാപകർക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഓൾറെഡി ഒരുപാട് ആൾക്കാരുടെ റോൾ മോഡലായിട്ടുള്ള സാറിന് ഇനിയും ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാനും അവർക്ക് അറിവ് പകർന്നു കൊടുക്കാനും അവരുടെയൊക്കെ റോൾ മോഡലാകുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.